ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂറോപ്പ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം 1-1 എന്ന ഗോൾ സ്കോറിനാണ് സമനിലയിൽ അവസാനിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സിറക്സിയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഒരുപാട് നാളുകൾക്ക് ശേഷം യുണൈറ്റഡിൻ്റെ ഒരു സ്ട്രൈക്കർ സ്കോർ ചെയ്തിരിക്കുകയാണ് ഗായ്സ്. നിലവിലെ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കർ റോള് കളിക്കുന്ന ഹോയ്ലൻഡിൻ്റെതും അതുപോലെ സിറക്സിൻ്റെയും അവസ്ഥ ഓൾമോസ്റ്റ് എല്ലാ യുണൈറ്റഡ് ഫാൻസിനും അറിയാവുന്ന കാര്യമാണ്. ഹോയ്ലൻഡ് ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണോ ഇതുവരെ കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ. എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്തതാണോ ഒന്നും മനസ്സിലായില്ല. പ്രത്യേകിച്ച് എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും തോന്നിയിട്ടില്ല. സിറക്സി കുറച്ചൊരു ഫാർ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഗർനാച്ചോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രൈം ഫോമിൽ കളിച്ച പ്രൈം ഒന്നും പറയാനില്ല, ഈ ഒരു സീസൺ സ്റ്റാർട്ടിങ്ങിലൊന്നും കളിച്ച ആ ഒരു ഗർനാച്ചോ ആയിരുന്നില്ല. എന്നാലും ഈ ഒരു മത്സരത്തിൽ വേണ്ട ഒരു പെർഫോമൻസൊക്കെ ഗർനാച്ചോയുടെ അസിസ്റ്റിൽ നിന്നാണ് സിറക്സി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഒരു ക്വാളിറ്റി പെർഫോമൻസ് തന്നെ ആയിരുന്നു യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത്. ഡിഫെൻസീവിൽ വരുന്ന സമയത്ത് കുറച്ച് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്കും മാഗ്വയറിനെ തന്നെ ആയിരുന്നു ചൂസ് ചെയ്തതിനെങ്കിൽ കുറച്ചുകൂടി ഒന്നൊരു ടഫ് ആയനെ എന്ന് പേഴ്സണലി എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. മസ്റാവി കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ വളരെയധികം എക്സ്പെക്ട് ചെയ്തിരുന്നു ഡോർഗുവിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഡോർഗു വളരെ ഒരു തീരെ വയ്യാത്ത രീതിയിലൊരു പെർഫോമൻസ് ആണ് ഡോർഗുവിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഡാലോട്ടിനെ കുറിച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഡാലോട്ടിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ല, അവൈലബിൾ അല്ല, ഈ ഒരു സ്ക്വാഡിൽ അവൈലബിൾ അല്ല. പ്രത്യേകിച്ചിട്ട് അമോറിമിനെ നെഗറ്റീവ് പറയുന്ന യുണൈറ്റഡ് ഫാൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമോറിം ഡിമാൻഡ് ചെയ്ത ഒരു സ്ക്വാഡല്ല നിലവിൽ യുണൈറ്റഡിൽ ഉള്ളത് എന്നുകൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുറച്ചൊരു സമയം കൊടുക്കുക. എത്ര കോച്ച് റീസെൻ്റ്ലി ഇപ്പോൾ എത്ര കോച്ചസ് വന്നു, ഒരു കോച്ച് വന്നു മാക്സിമം 1-2 സീസൺ സാക്ക്, അഗെയിൻ നെക്സ്റ്റ് കോച്ച് വരും, ഒരു സീസൺ 1-2 ഒരു ബിഗ് മാർജിനിൽ ഏതെങ്കിലും ഒരു മാച്ച് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതും സാക്ക്. ഈ പ്രവണത തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ യുണൈറ്റഡ് ഒരിക്കലും ഒരു പ്രീമിയർ ലീഗിൽ ഒരു ടോപ്പ് 4 എന്ന ഒരു പൊസിഷനിൽ പോലും ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചൊരു സമയം കൊടുക്കുക. കാരണം മിനിമം ഒരു പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ആർസണലിൻ്റെ കോച്ചിനെ തന്നെ നോക്കിയാൽ മതി, എത്ര സീസൺ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടോപ്പ് 4 എന്നുള്ള അതും ചാമ്പ്യൻസ് ലീഗിനുള്ള ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എത്ര സീസൺ കൊണ്ടാണ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ യുണൈറ്റഡിനേക്കാൾ വളരെ ഡൗൺ ആയിട്ട് നിന്ന ഒരു സിറ്റുവേഷനാണ് ആർസണൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആർസണൽ നിൽക്കുന്ന ഒരു പൊസിഷൻ അത് ആ ഒരു കോച്ചിൻ്റെ ആ ഒരു കഴിവ് തന്നെയാണ്. അത്രമാത്രം സമയം കൊടുത്തിട്ടുണ്ട്, ആ കോച്ചിനെ ട്രസ്റ്റ് ചെയ്തു. അമോറിമിനെ സംബന്ധിച്ചിടത്തോളം അമോറിമിൻ്റെ ടാലൻറ്റ് എന്താണെന്ന് ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടതാണ്. സ്പോർട്ടിംഗ് എഫ് സിയിൽ പുള്ളിയുടെ ആ ഒരു ടാക്ടിക്സും പുള്ളി ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് പിന്നെ ആ ചാമ്പ്യൻസ് ലീഗ് കളിച്ച ആ ഒരു പെർഫോമൻസൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു പീക്ക് ലെവൽ കമ്പയർ ചെയ്യാൻ ഇപ്പോൾ ഗാർഡിയോള അതുപോലെ സീതാനൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും അല്ല എങ്കിലും പുള്ളിനെ കൊണ്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. സോ കുറച്ചൊന്ന് സമയം കൊടുക്കുക. മിനിമം ഒരു 2 സീസൺ എങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ മാത്രം അമോറിം ഔട്ട് എന്നുള്ള ആ ഒരു കമൻസ് ഇടുന്നതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വന്നിട്ടൊരു 6 മന്ത് ആവുന്നതിന് മുന്നേ ഫാൻസ് ആർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വലിയ ലിവർപൂളായിട്ടും ടോപ്പ് 4ലേക്ക് എത്തണം എന്നൊക്കെ പറയുന്നത് വളരെ ലോജിക് പരമായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഗൈസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ ഈ ഒരു മത്സരം എന്തുകൊണ്ട് നമ്മൾ ഡിസേർവ്ഡ് ആയിരുന്നു. ഈ ഒരു മത്സരം ആ ഒരു പെനാൾട്ടി കൊടുത്തില്ല എങ്കിൽ ആ ഒരു പെനാൾട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു 50-50 ചാൻസസ് ആയിരുന്നു. ലക്ക് കൊണ്ട് അത് പെനാൾട്ടി കൊടുത്ത് സ്കോർ ചെയ്തു. അതിനുശേഷം ഈ ഒരു മത്സരം കൈവിട്ട് പോകേണ്ട ഒരവസ്ഥയായിരുന്നു. അവസാനം ആ ഒരു എക്സ്ട്രാ ടൈമിലും 80 മിനിറ്റ്സിന് ശേഷമൊക്കെ ഒരുപാട് 1-on-1 ചാൻസസും അതുപോലെ അവനാണ് ഈ ഒരു മത്സരത്തിൽ ഒരു പറക്കുന്ന വലിയ തരത്തിലുള്ള ഹൈപ്പ് കൊടുക്കേണ്ട ഒരു പെർഫോമൻസ് ഒന്നും അല്ല എങ്കിലും ഒരു ക്വാളിറ്റി പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഒനാനയുടെ
ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അത്യാവശ്യം നല്ലൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ഈ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു. അതുകൊണ്ട് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. ഒന്നാമത് റയൽ സോസിഡാഡിൻ്റെ ഹോമിൽ പോയിട്ടാണ് നമ്മൾ സമനില പിടിക്കുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പിന്നെ ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഹോമിൽ കളിക്കുന്നത്, അവർ ഹോമിൽ കളിക്കുന്നത്, നമ്മൾ ഹോമിൽ കളിക്കുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. റീസെൻ്റ്ലി കളിച്ച ഓൾഡ് ട്രാഫോർഡിൽ കളിച്ച കളിയെല്ലാം അധപ്പതിച്ച് പോയൊരവസ്ഥയാണ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കോ ഇല്ലയോ എന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. പിന്നെ കസമീറോ അത്യാവശ്യം ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. ബ്രൂണോട എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പുള്ളി പട്ടിപ്പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ എഫേർട്ട് ഇടുന്നുണ്ട്. കാരണം പ്രഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നോളജ് ഉള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്ക്വാഡിൽ ബ്രൂണോ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, പുള്ളി സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്നിട്ട് അത്രമാത്രം, അതും ഡിഫെൻസീവിലും അറ്റാക്കിങ്ങിലും ഫോക്കസ് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ പുള്ളി ഇടുന്ന ആ ഒരു എഫേർട്ട് ഈ ഒരു മത്സരം എന്നല്ല, റീസെൻ്റ്ലി ബ്രൂണോ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രമാത്രം ഒരു എഫേർട്ട് ഇടുന്നതായിട്ട് പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നല്ല പോലെ പണിയെടുക്കുന്നത് ബ്രൂണോനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഡാലറ്റൻ്റെ ഓൾറെഡി പറഞ്ഞു, ഡിലൈറ്റ് ആയാലും അതുപോലെ മസ്റാവി ആയാലും സെറ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും വലിയ രീതിയിൽ ഹോപ്പ് കൊടുക്കാനുള്ള എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഒരുപാട് ഇഞ്ചുറീസും പ്രോബ്ലംസും, അതും സെൻട്രൽ ബാക്കിൽ അല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ആയാലും പുള്ളി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ് എന്ന് ഓൾമോസ്റ്റ് എല്ലാ യുണൈറ്റഡ് ഫാൻസിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടുന്നത് തന്നെ വളരെ വളരെ വലിയ കാര്യം ആയിട്ട് തന്നെയാണ് ഗൈസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടല് 13 ഷൂട്ടാണ് വന്നിട്ടുള്ളത്. റയൽ സോസിഡാഡും അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും. ഓൺ ടാർഗറ്റ് വന്നത് 3 ഓൺ ടാർഗറ്റാണ് റയൽ, 5 ഓൺ ടാർഗറ്റാണ് യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത്. പൊസിഷൻ അവർക്കാണ് 55% പൊസിഷൻ, 45% മാത്രമാണ് പൊസിഷൻ നമുക്കുള്ളത്. 446 പാസസ് റയൽ, 373 പാസസ് ആണ് യുണൈറ്റഡ് നേടിയിരിക്കുന്നത്. ആക്യുറസി നോക്കുകയാണെങ്കിൽ 82% അവർക്കും 78% ആണ്. 6 കോർണർ കിക്കാണ് റയൽ സോസിഡാഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കോർണർ കിക്കാണ് യുണൈറ്റഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബിഗ് ചാൻസസ് 0 ആണ്. ബിഗ് ചാൻസസ് മിസ്സറും 0 ആണ്. അവർ ബിഗ് ചാൻസസും 2 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവസാന നിമിഷം ആ ഒരു ഓനാനയുടെ ആ ഒരു സേവിങ്സ് ഇല്ലെങ്കിൽ ഈ ഒരു കളി ആവുമായിരുന്നു. അതുപോലെ ബിഗ് ചാൻസസ് മിസ് ചെയ്തത് ഒരു ബിഗ് ചാൻസസ് ആണ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ്. ഈ ഒരു മത്സരം ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.